നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രാന്റുകളും പദ്ധതി വിഹിതവുമാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ടായിരുന്നത് നിലവിൽ നടപ്പു വർഷത്തിൽ നിന്ന് 10%, 20% വർദ്ധിപ്പിച്ചിട്ട് പദ്ധതി രൂപീകരിക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിർദ്ദേശങ്ങളായിട്ട് വരാനുള്ളത്. നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകേണ്ട ഒട്ടനവധി ഗ്രാന്റുകളും കാര്യങ്ങളും സമയസംബന്ധമായി ലഭ്യമാകാത്ത പ്രയാസങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും അത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇനിയും നമുക്ക് വലിയ പ്രയാസത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം നിലവിലുള്ള നടപ്പു വർഷത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്ന് 20% കുറച്ച് പദ്ധതി ഉണ്ടാക്കാനാണ് നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനിയൊരു റിവിഷൻ നമുക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകരെ നിൽക്കുകയാണ്. പദ്ധതി പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള സന്നിഗ്ധമായ ഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് ഇനിയൊരു പുതിയ റിവിഷൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളിൽ പുതിയ പദ്ധതി വെക്കാൻ എന്തായാലും നമ്മുടെ ആരുടെയും കയ്യിൽ പണമില്ല. അതുകൊണ്ട് നടപ്പ് വർഷത്തെ വാർഷിക പദ്ധതികളിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഇംപ്ലിമെന്റിംഗ് സ്റ്റേജിൽ പ്രയാസങ്ങളുള്ളത് പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിൽ മാറ്റം വരുത്തി അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏതെങ്കിലും സംയോജിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം പദ്ധതികൾ കൂടി പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതികളുടെ ഭാഗമാക്കാനുള്ള അവസാനത്തെ സമയമാണ് ഈ മണിക്കൂറുകൾ എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T നിയാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇസ്മായിൽ പത്തമ്പാട്, യൂസഫ് കൊടിയേങ്ങൽ, മല്ലിക ടീച്ചർ, ഷംസിയ സുബൈർ, ബ്ലോക്ക് മെമ്പർ ഖാദർകുട്ടി വിശാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TVN ന്യൂസ് താനൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.